ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുരപലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന നല്ലൊരു മധുരപലഹാരമാണിത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് നല്ല വെള്ളം ഒഴിച്ച് വേണം ഇതൊന്ന് കുതിർക്കാനായിട്ട് വെക്കാനായിട്ട്. നമ്മൾ എത്ര കടലപ്പരിപ്പ് എടുത്തോ അതിൻ്റെ 3 ഇരട്ടി വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇത് കുതിരാനായിട്ട് ഒരു മണിക്കൂർ സമയം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. 1-2 മണിക്കൂർ സമയം നമുക്കൊന്ന് കുതിർത്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ നല്ല പോലെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒന്ന് കുതിർത്ത് വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ കുതിർത്തെടുക്കുന്നത്. ഇനി ഞാൻ ആ കുതിരാനിട്ട വെള്ളത്തിൽ തന്നെയാണ് കടലപ്പരിപ്പ് വേവിച്ചെടുക്കുന്നത്. നല്ല വെള്ളത്തിൽ തന്നെ കുതിരാനിടാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മധുരപലഹാരമായതുകൊണ്ട് അധികം ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട. ഒരു നുള്ളു ചേർത്ത് കൊടുത്തിട്ട് ഈ പരിപ്പ് ഒരു 2 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുത്താൽ മതി. വെന്ത് കുഴഞ്ഞു പോകരുത്. ഒരു 2 വിസിൽ വരുന്നിടം വരെ നമുക്ക് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ശർക്കരപ്പാനി തയ്യാറാക്കാനായിട്ട് ഒരു 200 ഗ്രാം ശർക്കരയിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അലിയിപ്പിച്ച് തിളപ്പിച്ചെടുക്കാം. ഇതുപോലൊന്ന് തിളച്ച് വന്നാൽ മതി. ഒരു നൂൽ പരുവൊന്നും ആകണ്ട. തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ പരിപ്പ് ഇവിടെ 2 വിസിലെല്ലാം വന്ന് വെന്ത് അതിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം കറക്റ്റായിരുന്നു. ഈ ഒരു പരുവത്തിൽ വേണം പരിപ്പ് വേവിച്ചെടുക്കാനായിട്ട്. ഇതുപോലൊന്ന് വെന്ത് കിട്ടണം. എന്നങ്ങ് വെന്ത് ഉടഞ്ഞു പോവുകയും ചെയ്യരുത്. ആ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. ഇനി ഇത് ഞാനിതൊന്ന് കുറച്ചൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ഇട്ടാൽ മതിയെങ്കിൽ ഇങ്ങനെ ഇടാവുന്നതാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടും. ഇനി അങ്ങനെ കടിക്കാൻ വേണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ഉടച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഒരു തവി വെച്ചിട്ടാണേലും ഇതുപോലൊന്ന് ഉടച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ ഉടച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉടച്ചെടുക്കുന്നുണ്ടെങ്കിൽ അത് ചൂടോടുകൂടി തന്നെ ഉടച്ചെടുത്താൽ വളരെ എളുപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഒരു പാനിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലോട്ട് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി തേങ്ങയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒത്തിരി ഡ്രൈ ആക്കി റോസ്റ്റ് ചെയ്യുകയൊന്നും വേണ്ട. നമ്മളിത് ഒത്തിരി കാലം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സ്നാക്കൊന്നുമല്ല. നമ്മൾ കോഴിക്കോട്ടയൊക്കെ കഴിക്കുന്നതിന് പകരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണിത്. ഇപ്പോൾ ആ തേങ്ങ ഒന്ന് റോസ്റ്റ് ആയി വന്നു കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ചൂടോടെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് അരിച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ശർക്കരപ്പാനി കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങായ ശർക്കരപ്പാനിയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പരിപ്പിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. പരിപ്പിൻ്റെ കൂട്ട് മുഴുവനായിട്ടും ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പരിപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് നമുക്കിത് മിക്സ് ആക്കി എടുക്കണം. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് ആക്കി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ശർക്കരപ്പാനി പെട്ടെന്ന് കുറുകി പോകും. ഇനി പരിപ്പ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ഉടച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിൽ പരിപ്പിങ്ങനെ ഓരോരോ പീസായിട്ട് കിടക്കുന്നതായിരിക്കും. പക്ഷെ നല്ലപോലെ വെന്തിട്ടുള്ളത് കൊണ്ട് അങ്ങനെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റിയാണ്. ഉടയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ഉടച്ച് ചേർത്തന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ പരിപ്പ് നല്ല പോലെ ആ ശർക്കരപ്പാനിയിലൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. നമ്മൾ ഹൽവയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിലോട്ട് ഒരു നുള്ളുപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ശർക്കര ചേർത്തുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്താണ്. ശർക്കര ചേർക്കുന്ന പലഹാരങ്ങൾക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇപ്പോൾ ഇതുപോലെ ഡ്രൈ ആയിട്ട് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. നമ്മൾ അധികം ശർക്കരപ്പാനിയോ അധികം വെള്ളമോ ഒന്നും ഇല്ലാതെയാണ് പരിപ്പും എല്ലാം ഉണ്ടാക്കി എടുത്തത്. അതുകൊണ്ട് ഇതുപോലെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി വരും. ഇനി ഇത് പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു വരുന്നൊരു പരുവാകുന്നിടം വരെ നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഒത്തിരി ഹൽവ പരുവത്തിൽ ഒത്തിരി ആക്കി എടുക്കണ്ട. കാരണം തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വരുന്നതാണ്. ഇതുപോലെ മറിച്ചിടുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് പുറം ഭാഗം മുരിഞ്ഞു വരുന്ന പോലെ കാണാം. ഈ ഒരു മുരി വരുന്നിടം വരെ മാത്രം നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഈ ഒരു പരുവത്തിൽ വെള്ളപ്പറ്റൊക്കെ ഒന്ന് മാറുന്നിടം വരെ നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. വെള്ളമില്ല എന്നുള്ളൊരിത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. ഇതിപ്പോൾ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി കൈവച്ച് തന്നെ ഞാൻ ആ പാത്രത്തിലെല്ലാം കൂടി ഒരൊറ്റ ബോളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല. നമ്മൾ കുറച്ചായിട്ട് കയ്യിലെടുത്ത് ഉരുട്ടിയെടുത്താൽ മതിയാകും. ഇപ്പം ഞാൻ അത് ഒരൊറ്റ ബോളായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ കുഴച്ചെടുത്ത് എല്ലാം സോഫ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലൊന്ന് കുഴച്ച് കൂട്ടിയാൽ മതിയാകും. ഇനി കയ്യിൽ കുറച്ചൊരു എണ്ണയോ നെയ്യോ ഒന്ന് തടവിയതിന് ശേഷം ഇത് ഓരോരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണയൊന്ന് തടവുന്നത് നല്ലതാണ്. കാരണം ഇത് പരിപ്പായതുകൊണ്ട് കുറച്ച് കയ്യിലൊന്ന് ഒട്ടി വരുന്നതായിരിക്കും.
അതുകൊണ്ട് കുറച്ച് എണ്ണയൊന്ന് തടവിയതിന് ശേഷം ഇതുപോലെ ഓരോരോ ബോൾസായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഞാനിപ്പോൾ തീരെ ചെറുതായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള വലിപ്പത്തിനനുസരിച്ചിട്ട് വലുതായിട്ടോ ചെറുതായിട്ടോ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഇതുപോലെ ഓരോരോ ബോൾസായിട്ട് നമുക്ക് മുഴുവനും ഉരുട്ടിയെടുക്കാം. ഇപ്പം ഞാൻ അത് മുഴുവനും ഓരോരോ ബോൾസായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് മുക്കി പൊരിക്കാനായിട്ട് ഇതിനായിട്ടൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ ദോശമാവാണ് എടുക്കുന്നത്. ഞാനിവിടെ 1.5 കപ്പ് ദോശമാവ് എടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ല കട്ടിയുള്ള ദോശമാവ് വേണം എടുക്കാനായിട്ട്. അധികം പുളിപ്പില്ലാത്ത ദോശമാവ് വേണം എടുക്കാനായിട്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ദോശമാവിൽ കുറച്ച് വെള്ളം കൂടുതൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ മൈദ ചേർത്തത്. ഇനി നല്ല കട്ടിയുള്ള ഇഡ്ഡലിയുടെ മാവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ദോശയുടെ മാവായതുകൊണ്ട് ഒരിത്തിരി വെള്ളം കൂടുതലുള്ളതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം, ഒഴുകി പോകുന്ന പരുവമല്ല, ഈ ഒരു പരുവത്തിൽ കട്ടിയായിട്ടായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന അന്ന് തന്നെ ഇതുണ്ടാക്കാം. പുളിച്ചു പോകാതെ സൂക്ഷിച്ചാൽ മാത്രം മതിയാകും. ഇനി ചൂടായ എണ്ണയിലോട്ട് ഇതുപോലെ ഓരോരോ ബോൾസ് ഇട്ടിട്ട് നല്ല പോലെ ആ ബാറ്ററിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരെണ്ണം ഇട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം അടുത്തത് ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒട്ടി പിടിക്കുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് അത് ചെയ്യണം. ഇതുപോലെ കുഴിയുള്ള പാത്രമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം അടുത്തത് ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഒരു സൈഡ് ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ മറു സൈഡ് കൂടി ഇട്ട് കൊടുക്കാം. ദോശ ബാറ്റർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് വരുന്നതാണ്. ഈ സ്നാക്കിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ട് നല്ല സ്വീറ്റായിട്ടായിരിക്കും ഉണ്ടാവുക. ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത പലഹാരമാണിത്. ദോശമാവ് ഉണ്ടാക്കുമ്പോൾ ഒട്ടും പുളിച്ചു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ദോശ ഉണ്ടാക്കുന്ന അന്ന് തന്നെ, രാവിലെ ദോശ ഉണ്ടാക്കിയ അന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഇതുപോലെ 2-3 എണ്ണം ഒക്കെ വീതം വെച്ച് ഇട്ട് കൊടുക്കാം. പരന്ന പാത്രമാണെന്നുണ്ടെങ്കിൽ 5-6 ഒക്കെ ഇട്ട് ഒന്നിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുഴിയുള്ള പാത്രം എടുത്തുകൊണ്ട് 2-3 ഒക്കെ വീതം വെച്ചാണ് ഉണ്ടാക്കിയെടുത്തത്. അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിച്ചു പോകും. ഇതുപോലെ ഒരു സൈഡ് ഒന്ന് ആയി കഴിയുമ്പോൾ മുകളിലോട്ട് കുറച്ച് എണ്ണയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മറിച്ചിട്ട് മറു സൈഡ് കൂടി ഒന്ന് മുരിയിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ മുരിഞ്ഞു വരുന്നതാണ്. ഒരു 2 മിനിറ്റ് മതിയാകും ഇതൊന്ന് മുരിഞ്ഞു വരാനായിട്ട്. ഇതുപോലെ മറിച്ചിട്ട് മറു സൈഡ് കൂടി ഒന്ന് മുറിച്ചെടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണിത്. എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ആ കടലപ്പരിപ്പിൻ്റെ ആ ഒരു ഫില്ലിംഗ് ഉള്ളിലുള്ളതുകൊണ്ട് വളരെ ടേസ്റ്റിയാണ്. അതുകൊണ്ട് ദോശ ബാറ്ററിൻ്റെ ആ ക്രിസ്പി ആയിട്ടുള്ള ഔട്ടർ സൈഡും ഉള്ളിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇതും കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മധുര പലഹാരമാണ്. ഇതൊരു തമിഴ്നാട് റെസിപ്പിയാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് വീഡിയോ ആയിട്ട് ഇട്ടെന്നേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ, അതിൻ്റെ പുറം നല്ല സോഫ്റ്റായിട്ടും ഉള്ളിൽ നല്ല സ്വീറ്റായിട്ടുമാണ് ഉണ്ടാവുക. ഞാനിപ്പോൾ തീരെ ചെറുതായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വലുതായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. ഇത് കണ്ടോ, പൊട്ടിക്കുമ്പോൾ കണ്ടോ നല്ല സ്വീറ്റും നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക. പുറത്ത് ഇതുപോലൊരു ലെയറോട് കൂടിയുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക്